ഒരു കരച്ചില് എനിക്ക് പറയാൻ മതി, ഞാൻ ആദ്യം എന്റെ കറിയായിരുന്നു നല്ലത്. അവള് വന്നപ്പോ അവളുടെ കറിയായി നല്ലത്. ഇവിടെ ഇപ്പൊ വന്നപ്പോ ഏലുക്കുട്ടിയമ്മയുടെ കറിയില്ലല്ലോ. അവിടെ ചെയ്യാനല്ലോ, അവിടെയാണെങ്കിൽ പിന്നെ അവിടെ ചെയ്യും. മടി പിടിച്ചിരുന്ന എന്നെ കൊണ്ട് കഴിക്കാൻ. മുറ്റക്കരി ഇന്നും മൊറ്റ ഇല്ലല്ലോ. അയ്യോ പെണ്ണ് ഭയങ്കരി, ഭയങ്കരിയാ ഭയങ്കരിയാ അല്ലേ അമ്മേ? എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇപ്പൊ രാവിലെ എണീച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലഞ്ചിക്ക് വേണ്ടി സോയാബീൻ, ഇത് ചെറിയ സോയാബീൻ, പിന്നെ ഇത് കടലൊക്കെ വേണ്ടി നമുക്ക് കടല, പിന്നെ പൂരി അല്ലേ അമ്മേ? അപ്പത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞ കുട്ടി അമ്മേ. ഗുഡ് മോർണിംഗ്. പിന്നെ അമ്മക്ക് ജോലി ഉണ്ട് കേട്ടോ, ജോലിക്ക് പോകണം. ജോലിക്ക് പോകണം. അപ്പൊ രാവിലെ എല്ലാരും ഓടി ഓടി ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് അല്ലേ? ഇന്ന് അമ്മക്ക് തലവേദന ഉണ്ടോ? അപ്പൊ അപ്പൊ കുട്ടാ ഗുഡ് മോർണിംഗ്. ഇത് ടീഷർട്ടും മറിച്ചിട്ടിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ദിസ്? ചുന്ദരി ഗുഡ് മോർണിംഗ്. എന്താ അച്ചപ്പ? പൊലിക്കണ്ടല്ലോ, പൊലിക്കണ്ട. അല്ലേ സ്കിന്ന് നമുക്ക് ഒപ്പം ചെയ്ത് കളയണ്ട. ഇന്നലെ പറഞ്ഞില്ലല്ലോ. എന്താ എന്താ ഇന്നലെ പറഞ്ഞില്ലല്ലോ. എന്താ കാല് നോക്കട്ടെ. എന്താ ചോറിന് എന്താ പറയണ്ടേ? വിളിച്ചിനെ ഇട്ട് കൊടുത്തേ ആ പിച്ചിര്. ചിലപ്പോ എന്തെങ്കിലും പ്രാണി കടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കടല, അതെ വെള്ളക്കടല. നമുക്ക് പുണ്യസക്ക് സ്റ്റീം കടല വേണോ? വേണ്ടേ? കറി കഴിക്കോ? കഴിക്കുന്നിട്ട് കല്ലി ഗുഡ്ഗലായിട്ട് കറി കഴിക്കുന്ന. എന്തോപ്പാ മൊറ്റക്കരി ഇന്നും മൊറ്റ ഇല്ലല്ലോ. കടല ഉപ്പ് ഇട്ടിട്ടുണ്ടോ? എന്താ 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 ഉണ്ടാക്കോ? ബീഫ്. ഇന്ന് ബീഫ് അമ്മ പറയുന്നു. അവിടെ നമുക്ക് ഏൽക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടേ? പോണം 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 പോണം. നമുക്ക് നമ്മുടെ വീട് വലുതല്ലേ? അതെല്ലാവർക്കും അങ്ങനെ. ഏൽക്കുട്ടിക്ക് ഇത് ഭരണം കൂടിയുണ്ട്. അയ്യോ വേണ്ട. വീട്ടിലെ വാട്ടോ, വീട്ടിലെ വാട്ടോ, വീട്ടിലെ വാട്ടോ. ആദ്യം എന്റെ കറിയായിരുന്നു നല്ലത്. അവള് വന്നപ്പോ അവളുടെ കറിയായി നല്ലത്. ഇവിടെ ഇപ്പൊ വന്നപ്പോ ഏലുക്കുട്ടിയമ്മയുടെ കറിയായി. കറി നല്ല. പക്ഷേ ഏൽക്കുട്ടി മോന് മാത്രം ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അതല്ലാതെ പ്രശ്നമാണ്. അമ്മയ്ക്ക് കൂടെ ഉണ്ടാക്കി തന്നില്ല. എന്റെ അമ്മ ഏലുന്റെ അത് പറയും. അല്ല മച്ചി ഏൽക്കുട്ടിയെ ആടാക്കാ. അയ്യോ അതെ കൈയൊക്കെ ഇങ്ങനെ മടക്കി കാണിക്കും. വടക്കം കണ്ടാ കുട്ടികളുടെ രാത്രി തുടങ്ങിയ അവർക്ക് ഒരു ഗുളിക തന്നാലേ. കുളി കഴിച്ചാ? രാവിലെ അവിടെ തുടങ്ങാനാ? അല്ലെങ്കിൽ ആവശ്യത്തിന് ഗുളികയോട് കുറെ ഉണ്ടാവും. അമ്മ എടുത്താ? ഓക്കെ എടുത്തിട്ടാ. അതെ ഉഷാറാവും. എന്തൊരു പെണ്ണ
ഇതൊക്കെ നമുക്ക് കടലക്കറി ഇത് കുട്ടി രാവിലെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. അതെന്താണ് രാവിലെ ചെയ്യണത്? എവിടെ നമ്മ നോക്കട്ടെ ശരി. നോക്കട്ടെ. ഇന്നലെ വല്ല ഡ്രീം കണ്ടതായിരിക്കും. അവിടെ ഒന്നും ഇല്ല. വേദന ഉണ്ടാവും. എവിടെയാ? ഇതാണോ? പിന്നെ എവിടെയാ? തൊട്ട് കാണിക്കേ. ഇത് നഖത്തിന്റെ ഉള്ളിൽ എന്തുവാടാ ഒന്നും കാണുന്നില്ല. ഇതിന്റെ അടിയിൽ കൊമ്പിക്കുന്നുണ്ട്. എന്റെ ഒരു സാധനം തടവിരിക്കുന്നുണ്ട്. നോക്ക് അതെന്താ? എന്താ സാധനം? ഇപ്പൊ പോയി. അതെന്ത് സാധനം? എന്തോ ചെറിയൊരു നാല് പോലെ എന്തായാലും കടിച്ചല്ലോ. നമുക്ക് ചൊറിയൂലേ? പക്ഷെ ഒരു ചെറിയ ഇത് കണ്ടില്ലേടി. വന്നല്ല പോയി. ഇപ്പൊ പോയില്ലേ? അവിടുന്നുണ്ടോ? നോക്കട്ടെ. ഇത് എന്താ ചൊറിയുണ്ട് ഈ ഇങ്ങനെ എന്താ? ഒന്നുമില്ല കേട്ടോടാ. പോയില്ലേ? എന്നാടി ആടി ചക്കടെ എന്താ ഒന്നും നാണം നോക്കി മുടി നോക്കി. പറ പറ. ഒന്നുമില്ലേ? മുടി പിടിച്ചു വലിച്ചു പറഞ്ഞത് അങ്ങനെ പിടിച്ചതാന്ന് കണ്ടോ? കൊച്ചിന് മനസ്സിലായി. പിടിച്ചതല്ലേ അമ്മ? കണ്ടില്ലെന്ന് കൊച്ചിന് മനസ്സിലായി. നീ നോള പറഞ്ഞാന്ന് കൊച്ചിന് മനസ്സിലായി. ഓ അങ്ങനെ ചെയ്യല്ലേ. കളിച്ചിട്ടാടാ അങ്ങനെ ചെയ്യല്ലേ. പാവല്ലല്ലോ ഇത്. ബുദ്ധിയില്ല. ശരിയായില്ലേ? ശരിയായില്ലേ? മമ്മിയുടെ ഇന്നലെ ഞാൻ രാത്രി അരിഞ്ഞയുടെ റൂമിൽ പോയി കിടന്നോടാ. എന്റെ കൊച്ചു ചോദിക്കുക അമ്മ എന്താ ഇവിടെ കിടക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞ ചുമ്മാ കിടക്കുന്നത്. ഞാനവിടെ ഒറ്റയ്ക്കല്ലേ, ഇപ്പുറത്തെ ആള് വേണ്ടേ? ഇവിടെ എന്തിനാ രണ്ട് അവളെ ഒറ്റയ്ക്ക് കിടന്നോളൂലേ? ഇന്നൊരു ഭയങ്കര കൈയും വിലൊക്കെ അടിച്ചിട്ട് അല്ലേ? ഇത് വഴക്കില്ല. ഇത് അമ്മ നല്ല അടി കൊടുത്താൽ കേട്ടാ. വഴക്കുണ്ടാക്കില്ലേ കൊച്ചിനോട്? കലിക്ക് ഇന്ന് കൊറേ പഠിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വലിക്കടി. അറിയാത്ത ഭാഷയാണ്. പിച്ചോ ശരില്ല. എഞ്ചിനെ കൊറേ ലവ് ചെയ്യൂലേ? എത്ര ലവ് ചെയ്യൂ. രാവിലെ പോയിട്ട് ഐസ്ക്രീം കഴിക്കാനല്ലേ? നിന്നെ അറിയാം. എനിക്ക് നിന്നെ അറിയാം. ഐസ്ക്രീം തിന്നണ്ടോ? പാള് പോണെന്ന് കേക്ക് കൊടുത്തു. ബാലൻസ് ഇരിപ്പുണ്ടോ? അതുകൊണ്ടായിരിക്കും കേക്ക് കൊടുത്തായിരുന്നേ. കേക്ക് മേടിച്ചാ കേക്ക് മേടിച്ചാ അല്ലപ്പാ പൊലീസിന് മേടിച്ചോന്നാണോ? അപ്പൊക്കാ നോക്കണം നീ. ഞങ്ങള് ഫുള്ള് കേക്ക് മേടിക്കാൻ പോവാ. അപ്പഴോ എന്താ എന്താ പണ്ട് ഞാനും ഒരു കേക്ക് ഫുള്ള് കഴിക്കല്ലേ. നീ പൊണ്ണു ഒരു വ്യത്യാസമുള്ള അതേ സ്വഭാവം.
പ്രോസസ്സറുടെ അവധി ഇല്ലേ? എടാ ബാങ്കിൽ കുറച്ച് പണികളുണ്ടടാ, ഓഡിറ്റിംഗ് വരാൻ പോണു. അപ്പൊ കുറച്ച് പണികൾ പെൻഡിങ് നമ്മൾ പറ്റില്ല എന്ന് പറയണം. നമ്മൾ വലിയ യൂട്യൂബറാണ്, അവർ പറ്റില്ല. അവരൊരു വീട്ടിലിരുന്നോളാൻ പറയും, അത്രേ ഉള്ളൂ. അവരറിയാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്നോന്ന് പറയും. ഒറ്റ ദിവസം വരണ്ട, വീട്ടിലിരുന്നോന്ന് പറയും. ഫോണിൽ ക്ലോക്ക് പൊളിച്ചു നോക്കും. Lude nama ke papam. നീ ഉണ്ടാക്കുമ്പോഴേ ശരിയാവുള്ളൂ, ഞാൻ ഉണ്ടാക്കുമ്പോ കണ്ടോ. പക്ഷെ വീഡിയോ പിടിക്കുക അമ്മക്ക് 90 ഇതേ 90 മാത്രം കൂടുതലൊക്കെ ആനുണ്ടല്ലോ. എനിക്കുള്ളതൊക്കെ ഈ ചുമപ്പ് മഞ്ഞ, എനിക്ക് അങ്ങനത്തെ കളറുകളാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കൂടുതൽ. എവിടെ പോയാലും ഞാൻ ഈ ചുമപ്പിലും ഇതിൽ കയറി പിടിക്കുള്ളൂ. മജന്ത, ചുമപ്പ്. എനിക്ക് ഇപ്പൊ കൂടുതലും മഞ്ഞായി പോയി. ഇപ്പോഴും ഞാൻ മേടിച്ചേക്കുന്നുണ്ടോ മഞ്ഞയും ചുമപ്പൊക്കെ നൈറ്റ് ഇപ്പോഴും ഞാൻ മേടിച്ചില്ലേ. എനിക്ക് അങ്ങനത്തെ വരുള്ളൂ. മറ്റുള്ള കളറുകൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ കുങ്കുമ കളർ അതൊക്കെ ഇഷ്ടം. മഞ്ഞ കണ്ടപ്പോ അപ്പൊ തന്നെ മഞ്ഞ കളർ ഇഷ്ടപ്പെടും, പിന്നെ പിങ്ക് ഇഷ്ടപ്പെടും. എനിക്ക് എത്ര പിങ്ക് സാരി ഉണ്ട്, ഫുൾ അമ്മക്ക് ഫുൾ മജന്ത എല്ലാം എനിക്ക് കാണുമ്പോ അത് ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ അതല്ലേ എനിക്ക് ഇപ്പൊ ഈ ഇന്ന് കുറച്ച് കളർഫുൾ ഡ്രസ് ഇടും. ഇല്ലെന്നാ ഫുള്ള് മഞ്ഞ കൂടുതലും മഞ്ഞ, ഇല്ലെന്ന പച്ച. പക്ഷെ ഇങ്ങനെ വരും പച്ച മഞ്ഞ ഒരുമിച്ച് കാണുമ്പോ പിന്നെ മെഴുകിന് തോന്നും. അടുത്ത ഇടയ്ക്ക് ചൊമ്പ് ഇടുന്നു ഇഷ്ടമുണ്ട്. അവ ചൊമ്പ് ട്രൈ ചെയ്യും. എന്താ വാട്ട് ഇസ് ദിസ് നമുക്ക് അയാളുടെ കാല് സ്കിൻ ടൈറ്റനിങ് ചെയ്താലും ആലോചിക്കുക. സ്കിൻ ടൈറ്റനിങ് ഓക്കെ കാലല്ലേ. അമ്മക്ക് കാല് നെണ്ടലും ചെറുപ്പൊക്കെ. എന്റെ അമ്മ ഞാൻ വയസ്സാകുമ്പോ ഇങ്ങനെ ആവും, ഇത് ചുരുണ്ടു പോകും അല്ലേ. ഇല്ല ഞാൻ ഇങ്ങനെ കാണും. കണ്ണ് അമ്മക്ക് കണ്ണ് വലുതാ കാണും. പക്ഷെ എന്റെ വയസ്സാവുമ്പോ ആ കണ്ണും കാണൂലട്ടോ. ഇങ്ങനെ നിക്കൂ. ആ കണ്ണിങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചോദിക്കൂട്ടി ഇങ്ങനെ ഉണ്ടാവും. വെള്ളം വെച്ച് ഞാൻ കുറച്ച് ചൂട് വെള്ളം കുടിച്ചിട്ട് വിചാരിച്ചു. ജസ്വിക്കുട്ടി ചായ ഉണ്ടാക്കുന്നുണ്ട്. സോയാക്കുട്ടി പാൽ ചായ കുടിക്കണം. നിറച്ച് ഒരു കപ്പ് കുഞ്ഞി കപ്പും ഇല്ലാത്ത വലുതാ കപ്പ് നിറച്ച് കുടിക്കണം. പാല് കുടിച്ചാലേ പിന്നെ വിശക്കും വരില്ല, ഈ ചായ കുടിച്ചാലേ വിശക്കും വരില്ല. ഫുഡും കഴിക്കുന്നുണ്ടല്ലോ. ഇല്ല ഞാൻ ഇങ്ങനെ ഈ പാൽ ചായ നിർത്തണം അറിയില്ലേ, ആരെങ്കിലും പറഞ്ഞതാ. നിർത്താറുണ്ടാ പാല് മേടിക്കാറ് മതി. പക്ഷേ കഴിക്കുന്നോന്നുണ്ട്. ഇത് മൂക്കൊക്കെ സർജറി ചെയ്യുമ്പോ ഡോക്ടർ പറഞ്ഞല്ലോ പാല് കുടിക്കേണ്ട, കഫം വരും. അപ്പൊ അതിന് വേണ്ടി നിർത്തി. പണ്ട് തണുപ്പ് വെള്ളം എന്തോരം കുടിക്കാന്. അമ്മ പറഞ്ഞപ്പോ കേട്ടോ? കേട്ടില്ല. ഞാൻ മകൻ അമ്മയോട് കുറെ കാര്യം പറഞ്ഞു, കേട്ടായിരുന്നോ? മകൻ പറയണ്ട, അമ്മ അറിയാം. പാവം. കേട്ടാ അമ്മ ഒരു അഹങ്കാരിയാണ്. നീയോ? ഞാൻ ഒരു അഹങ്കാരനാണ്. അമ്മ ഒരു അഹങ്കാരിയാണ് കേട്ടോ. പെണ്ണ് ഭയങ്കരി അല്ലേ. എത്ര വർഷമായി പണിയെടുക്കണേ. നിനക്ക് ചിന്ത ഉണ്ടായാ മതി. നിനക്ക് ചിന്ത വേണം, എന്റെ അമ്മ എത്ര നാളെ പണിയെടുക്കണേന്ന് പറയാലോ. എനിക്കിഷ്ടാണ് പണിക്കണം. പണിയെടുക്കുന്നതോടും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടും. പണിയെടുക്കണം. ഞാൻ ഇതൊക്കെ എനിക്ക് നടക്കലും കാരണം അല്ലെങ്കിൽ ഞാൻ പണ്ട് വീഴുന്നു പണി അറിയാം. എന്തോ ഒരു പണിയെടുക്കാൻ എനിക്ക് മതിയാവില്ല, എനിക്ക് പണിയെടുക്കണം. അത് ശരിയാ, പണിയെടുക്കണം. അപ്പൊ നമുക്ക് നല്ല ശരീരത്തിന് ഇപ്പൊ കണ്ടില്ല ഞാൻ ഇപ്പൊ പണി വണ്ണം വെച്ചു. ഒരു മാസം ഇപ്പൊ അത് പണി ചെയ്യുന്നില്ലല്ലോ, ഇവിടെ ചെയ്യാനല്ലോ. അവിടെയാണെങ്കിൽ പിന്നെ അവിടെ ചെയ്യും. മടി പിടിച്ചിരുന്ന എന്നെ കൊണ്ട് കഴിക്കാൻ പണിയില്ല.
സമരിയ അടലിയ പുനസ് നല്ല മടിയുണ്ട് കേട്ടോ എഴുതിനു ജൂലി മിസ് ഭയങ്കര കരച്ചില് എനക്ക് പറയാൻ മതി ഞാൻ ഞാനൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും ടീച്ചർക്ക് പറയും ടീച്ചർ വീഡിയോ കാണും അപ്പൊ സ്കൂളിൽ വരുമ്പോ മേവു യു നോട്ട് സ്റ്റഡിങ് യു ബാഡ് ഗേൾ പറയും അപ്പൊ മാതിരി ഉണ്ടല്ലോ പഠിക്കേണ്ട കാര്യത്തില് അടി കൊടുക്കണേ അല്ല നമുക്ക് നമുക്ക് ചാച്ചനോട് പറഞ്ഞാലോ പഠിപ്പിക്കും കൊച്ചിന് എന്താ അല്ല ഗൈസ് അവിടെ പരദൂഷണമാണ് പിന്നെ എൻ്റെ അമ്മ നല്ല തുണിയാണ് ഇട്ടോണ്ടിരിക്കണത് പറയാത് ഇടയ്ക്കൊക്കെ വരണം ഞങ്ങൾ മടുത്തു അവിടെ കുറെ പേര് ഇത് ആരാണ് എന്താണ് ആരാണ് ഇത് ഇതൊക്കെ ചോദിക്കും എന്റെ മൂത്ത നാത്തൂൻ അത് മൂത്ത നാത്തൂൻ കണ്ട ഇവിടെയാണ് പറയേണ്ടത് ഏജ് നോക്കി അതൊന്ന് യങ്ങായിട്ട് ഇരിക്കണേ ആന്റിയുടെ ഭക്ഷണം എങ്ങനെയാണെന്നറിയോ ആന്റി ഭക്ഷണം നമ്മളെ പോലെ ഒന്നല്ല കഴിക്കുന്നത് മമ്മൂട്ടിയുള്ള അവളുടെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇടാ അവളിങ്ങനെ എരിവും പുളിയൊന്നും കഴിക്കില്ല ഇറച്ചി കഴിക്കില്ല മീൻ കഴിക്കില്ല ആന്റി ഇവിടെയുള്ള ആന്റിയുടെ കൃഷിയാണ് എന്ത് ചേമ്പോ ചേന ഉണ്ട് ചേമ്പുണ്ട് പിന്നെ എന്തുവാ ആന്റി കൂടുതലും കപ്പങ്ങ കെപ്പങ്ങ അങ്ങനെയൊക്കെ ആന്റിക്ക് എരിവും പുളിയും ഇങ്ങനെ എല്ലാം കുറച്ച് പറ്റുള്ളൂ ആന്റി ഫ്രൂട്ട്സ് ഓട്സ് നല്ല ഫുഡ് കഴിക്കും നിനക്ക് എരിവ് കാണാമല്ലോ പിന്നെ ഇവിടെ ഒട്ടും എരിവ് കഴിക്കില്ല പുളി കഴിക്കില്ല തേങ്ങ അധികം ഉപയോഗിക്കില്ല വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കില്ല അപ്പൊ കൊളസ്ട്രോൾ ഒന്നുമില്ല കൊളസ്ട്രോൾ അത് അവർക്ക് കുടുംബപരമായിട്ട് കുറച്ച് സ്വല്പം ഉള്ളൂ പക്ഷെ അതിനെ സംബന്ധിച്ച് ചാച്ചനും അതെ മുടി മതം നരച്ചോളൂ മുടിയുണ്ട് തൂരം മുടിയാ ഇനിയിപ്പൊ നാളെ എന്റെ അമ്മനെ തല്ലാൻ വന്നേക്കും മുടി പോയെന്നും പറഞ്ഞിട്ട് എന്തോരം മുടി ആദ്യമൊക്കെ കുറച്ചുണ്ടാവുള്ളൂ ഇപ്പൊ എത്ര മരം മുടി ഫുഡിന്റെ ഇട നമുക്കുണ്ടാവില്ല പിന്നെ നമുക്ക് ആന്റിയുടെ കൂടുതൽ കൃഷി ചെയ്തിട്ട് നമുക്ക് വീട്ടില് പിന്നെ ആന്റി കഴിക്കുന്നത് നമുക്ക് ഇതോടെ സ്ഥലം ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു ആന്റി കഴിച്ചിട്ട് കുറച്ച് ചീരത്തൊക്കെ മേടിക്കും ഇപ്പൊ നമുക്ക് കൃഷി തുടങ്ങാം ഇവിടെയുള്ള ഈ നേരപ്പോ തുടങ്ങണേ ഞാറ് അടുത്ത മാസം എടി വെണ്ട ഇട്ടിട്ട് ഒറ്റ ഉണ്ടാവില്ല വേറെ കുരു വാങ്ങണേ മൂത്തിനകത്ത് ഏത് വകയിലായിട്ട് വരും എന്റെ മൂത്താങ്ങളുടെ മൂത്താങ്ങളുണ്ട് രണ്ടുപേര് ക്ലിയർ ആയിട്ട് പറ രണ്ടാങ്ങളെ ഉണ്ടായാലും മൂത്താങ്ങളുടെ ഭാര്യ ചേച്ചി വീട് ചാച്ചന്റെ വീട് ഇതൊക്കെ പറമ്പിലാണ് ഇതൊക്കെ എനിക്ക് മേടിച്ചിട്ടാണ് ഇവിടെ ഇറക്കി വിടാ അവിടെ മേടിക്കുള്ളൂ അവിടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഗുണവും നല്ല ഗുണങ്ങളും ഉണ്ട് ദോഷവും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ആന്റി ദോഷമുണ്ടെന്ന് ദോഷമുണ്ടെന്ന് എന്റെ കറുത്താണ് പക്ഷെ ഗുണങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി ഗുണം മാത്രം നോക്കിയാൽ മതി എല്ലാവരും അടുത്ത് കിടക്കുന്നുണ്ട് എന്തെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ഇല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു വീട്ടിൽ ഇല്ലെങ്കിൽ അപ്പം തന്നെ അയൽവക്കത്ത് വേറെ അയൽവക്കത്ത് പോകണം ഇതിപ്പോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ 3 വീടുകളിൽ 2 വീട്ടിലുണ്ട് ഞാൻ പണ്ട് സ്കൂളിൽ വിട്ട് നേരെ അങ്ങോട്ട് ഓടും ചായക്കുള്ള രാവിലത്തെ ഫുഡ് അവിടുത്തെ തിന്നിട്ട് ഇവിടത്തെ ഇവിടെ ഉണ്ടാവൂല്ലോ കൊച്ചിന് അപ്പൊ അവിടത്തെ കഴിച്ചു കഴിഞ്ഞിട്ട് കൊച്ചും കൂടെ നൈസായിട്ട് ഇവിടെ വരും ഇവിടെ എന്തെങ്കിലും കഴിക്കും പക്ഷെ അവൾക്ക് നല്ല ഫുഡാണ് അവിടെ കിട്ടണ അപ്പൊക്കെ അപ്പൊ ഇന്ന് വാള പറയാണ് എനിക്കൊരു കേക്ക് മേടിച്ചില്ല അത് ശരിയാട്ടോ നല്ല നല്ല മിഠായികള് 1 രൂപയ്ക്ക് മിഠായി ഇല്ലട്ടോ 40 രൂപീസ് മിഠായി 30 രൂപ കണ്ടോ അച്ഛനാണ് ഭയങ്കര പിശുക്കനാണ് ഭയങ്കര പിശുക്കി അച്ഛൻ ചാച്ചു പക്ഷെ കൊച്ചിന് വേണ്ടി ഇഷ്ടംപോലെ സാധനങ്ങൾ മേടിച്ചു എനിക്കൊക്കെ സുഖിയനെ മേടിച്ചെന്ന് മെയിൻ സാധനം അല്ല അവിടെ മെയിനായിട്ട് അവിടെ മെയിനായിട്ട് ലഡു മിക്സറൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അവിടെ അപ്പൊ ഞാൻ അതുകൊണ്ട് ലഡു മിക്സർ കഴിച്ച് മടുത്ത് വല്ലപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കിയ നല്ലത് അതാണ് എന്റെ ഒരു ആഗ്രഹം കട്ട്ലേറ്റ് അടിപൊളിയാ എനിക്ക് ഭയങ്കര ചൂടിത്തിര കഴിക്കണം നല്ല അപ്പൊ ഇങ്ങനത്തെ ഉണ്ടോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നന്നായിട്ട് പോട്ടെ എന്താണ് ഇങ്ങനെ പറയാം നന്നായിട്ട് വരട്ടെ അപ്പൊ എല്ലാവർക്കും ബൈ ഹാവ് എ ഗുഡ് ഡേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും ചെയ്യണം കേട്ടോ ബൈ